ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട കേരളം, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് 1066 കോടിയിലധികം രൂപയുടെ ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിലുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഈ സംസ്ഥാനങ്ങളെ സാരമായി ബാധിച്ചെന്ന വിലയിരുത്തലിലാണ് തുക അനുവദിച്ചത്. കേരളത്തിന് 153 കോടി 20 ലക്ഷം രൂപയാണ് ലഭിക്കുക. കീം പരീക്ഷാഫലം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി തള്ളിയ കോടതി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് ഇന്നലെ ഫലം റദ്ദാക്കിയത്. കീം സംബന്ധിച്ച കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും അഡ്മിഷൻ സംബന്ധിച്ച എഐസിടിഇ സമയക്രമം പാലിക്കേണ്ടതിനാൽ അപ്പീലിനില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. റാങ്ക് ലിസ്റ്റ് വൈകാതെ പ്രസിദ്ധീകരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞുവീണ് മരിച്ച ബിന്ദു വിശ്രുതിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യും. വയനാട് ടൌൺഷിപ്പ് പദ്ധതി നടത്തിപ്പിനായുള്ള ത്രികക്ഷി കരാറും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാടും മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ICMR എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. സെപ്റ്റംബർ മാസം വരെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതേസമയം മലപ്പുറത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. ജനവാസ മേഖലകളിലിറങ്ങി നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കാട്ടുപന്നികൾ മൂലം അപകടങ്ങളും കൃഷിനാശവും സംഭവിക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ബിജെപി മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. മറ്റന്നാൾ ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്ത് തെക്കൻ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ICAR CTCRI മിലേനിയം ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ ധാരണാപത്രങ്ങൾ കൈമാറും. പാലക്കാട് മുല്ലക്കര ഉന്നതിയിലെ എല്ലാ വീടുകളിലും ഈ മാസം 27-നകം വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കുടിശ്ശികയെ തുടർന്ന് 20 കുടുംബങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉന്നതി സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും പുതിയ കണക്ഷൻ നൽകുന്നതിനുമായി 5.57 ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി കൈമാറി. പത്തനംതിട്ട പയ്യനാമൺ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കും. തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ചെങ്കുളം പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കാനും കോന്നി MLA ജനീഷ് കുമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. സ്വച്ഛതാ വാരാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഓൾ സെയിന്റ്സ് കോളേജിലാണ് പരിപാടി. വിദ്യാർത്ഥിനികൾക്ക് അദ്ദേഹം സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ എന്ന സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ മോചനം ഉറപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഈ മാസം 16-നാണ് വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹർജി 14-ന് കോടതി പരിഗണിക്കും. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA ഗവർണർക്ക് കത്ത് നൽകി. ആലപ്പുഴ ചേർത്തലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് പ്രവർത്തന മികവിന് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന BIS ISO അംഗീകാരം ലഭിച്ചു. ദേശീയതലത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷന് BIS അംഗീകാരം ലഭിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ അഗ്നിവീർ വായുസേനയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. നാളെ രാവിലെ 11 മുതൽ ഈ മാസം 31 രാത്രി 11 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും agnipathvayu.cdac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ ഈ മാസം 12-നും 13-ന് പ്രതിഷ്ഠാകർമ്മവും നടക്കും. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.